വരൂ വരൂ വരൂ, ലക്ഷ്മിയുടെ അമ്മ വരൂ, ഇരിക്കും ഇരിക്കും. എനിക്ക് ലക്ഷ്മിയെ അമ്മയെ ഒന്ന് കാണണം തന്നെ ഞാൻ ഇരിക്കുമായിരുന്നു. ലക്ഷ്മിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഈ വർഷം ലക്ഷ്മി വളരെ വേഴ്സ്റ്റ് ആയിട്ടാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. ലക്ഷ്മിയുടെ മാർക്സ് ഒക്കെ നോക്കുവാണെങ്കിൽ വളരെ കുറവാണ്. ബേസിക് സയൻസ് ഞാനാണ് പഠിപ്പിക്കുന്നത്. ബേസിക് സയൻസ് കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം, ആവറേജ്. ഷി ഹാസ് ഏൺഡ് ആവറേജ് മാർക്ക്. അതൊന്നും പോരാ, നമ്മുടെ ജീവിതത്തിൽ അതൊന്നും പോരാ ലക്ഷ്മി, അത് മനസ്സിലാക്കണം. പിന്നെ എനിക്ക് ലക്ഷ്മിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാനിരിക്കുമായിരുന്നു. ലക്ഷ്മി ക്ലാസ്സിൽ ഫുൾ ടൈം, അവൾക്കൊരു ഗ്യാങ് ഉണ്ട്, ആ ഗ്യാങ്ങിൻ്റെ കൂടെ ഫുൾ ടൈം ഭയങ്കര ടോക്കറ്റീവാണ് ആള്. പിന്നെ ഹോംവർക്ക്സ് കൊടുത്താൽ ഒരെണ്ണം പോലും ഇതുവരെ ചെയ്തുകൊണ്ട് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ C മാർക്സ് മൊത്തം പോയിട്ടുണ്ട്. ഷി ഹാസ് നോട്ട് ഏൺഡ് എ സിംഗിൾ 1% ഓഫ് C മാർക്സ്. അതുകൊണ്ട് എന്തു ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആൻഡ് എപ്പോഴും അപ്പുറത്തെ ക്ലാസ്സിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പുറത്തെ ക്ലാസ്സിൽ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പേരൻസ് ഒന്ന് ശ്രദ്ധിക്കണം. വേറെ ഒന്നുമില്ല, ഷീസ് ഓക്കെ. പിന്നെ എനിക്ക് ലക്ഷ്മിനെ കുറിച്ച് പറയാനുള്ളത്, ലക്ഷ്മി പഠിക്കും, ആൾക്ക് കഴിവുണ്ടായിട്ടും ആൾ പഠിക്കാത്തതാണ്. ലക്ഷ്മിക്ക് നന്നായിട്ട് പഠിക്കാൻ കഴിവുണ്ടായിട്ടാണ് ഈ ഉഴപ്പി നടക്കുന്നത്. സോ പേരൻസ് ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കണം. അടുത്ത വർഷം നല്ല മാർക്ക് മേടിക്കാനൊന്ന് ഹാർഡ് വർക്ക് ചെയ്യണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ പറയാൻ. നല്ല ചോദിച്ചാൽ കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് ടേക്ക് കെയർ ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു. റിപ്പോർട്ട് കാർഡ് ഒന്ന് സൈൻ ചെയ്യണം. ഓക്കെ, ഞാൻ വെച്ചിട്ടുണ്ട്. വാടി ഇവിടെ വീട്ടിൽ ആരാടി അവൻ.